നമസ്കാരം, ഞാൻ ഉമാശങ്കർ എഴുമങ്ങാട് US മീഡിയ ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ ഒപ്പം ഉള്ളത് നാഗലശ്ശേരി പഞ്ചായത്തിലെ 19-ാം വാർഡ് UDF സ്ഥാനാർത്ഥി ഗിരിജയാണ്. നമസ്കാരം. എന്താ ഈ ഇലക്ഷൻ്റെ പ്രചരണം കാര്യങ്ങളൊക്കെ? നമ്മുടെ നല്ല പ്രതീക്ഷയാണ്. ഓക്കെ, അപ്പോൾ പ്രചരണം അവസാന ഘട്ടത്തിലാണ് അല്ലേ? ഓക്കെ. ഇപ്പോൾ ഈ വാർഡിൻ്റെ ഒരു സാഹചര്യങ്ങൾ എന്തൊക്കെയാണ്? ഇവിടെ ഇപ്പോൾ താങ്കൾ ജനപ്രതിനിധിയായി വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? അടിസ്ഥാനപരമായിട്ട് ഇവിടുത്തെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? ഇവിടുത്തെ പ്രശ്നങ്ങൾ പറഞ്ഞാൽ നമ്മൾ നാഗലശ്ശേരി പഞ്ചായത്തിനെ തന്നെ എടുത്തു നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും. നമ്മുടെ തൃത്താല നിയോജക മണ്ഡലത്തിലെ MLA അതുപോലെ തന്നെ മന്ത്രി കൂടിയായ രാജേഷിന്റെ കീഴിലുള്ള തദ്ദേശ സ്വയംഭരണത്തിന്റെ കീഴിലുള്ള മന്ത്രിയാണല്ലോ രാജേഷ്. അദ്ദേഹത്തിന്റെ കീഴിലുള്ള പഞ്ചായത്തായ നാഗലശ്ശേരിയിൽ 941 പഞ്ചായത്തുള്ള കേരളത്തിൽ 922 നമ്മുടെ സ്ഥാനം. അപ്പോൾ പിന്നെ കൂടുതലൊരു വിശദീകരണത്തിന് ആവശ്യമില്ല. അത്രയും മോശമാണെന്നുള്ള മനസ്സിലായി കഴിഞ്ഞു. ഫണ്ട് വിനിയോഗത്തിലായാലും ശരി, ക്ഷേമപ്രവർത്തനങ്ങളിലായാലും ശരി, എല്ലാത്തിലും തന്നെ. അപ്പോൾ പിന്നെ അപ്പോൾ നമുക്ക് നമ്മുടെ ഇപ്പോൾ വാർഡിനെ നമ്മൾ നോക്കി കഴിഞ്ഞാൽ 19-ാം വാർഡിൽ തന്നെ ഇപ്പം നമ്മൾ നടന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ലൈഫ് മിഷൻ്റെ വീടുകളിൽ കിട്ടിയിരിക്കുക പല ഭാഗങ്ങൾക്കും കുടിവെള്ളത്തിലും അപര്യാപ്തത, വിദ്യാഭ്യാസത്തിൽ അപര്യാപ്തത, പിന്നെ വയ്യാത്ത കുട്ടികൾക്കുള്ള സൗജന്യ ചികിത്സാ സഹായങ്ങൾ, അതൊക്കെ തന്നെ വളരെ വളരെ മോശമായിട്ട്. വയോജനങ്ങൾക്കുള്ള പദ്ധതികളിലുള്ള കുറവുകൾ, അവർക്ക് ഭക്ഷണത്തിൻ്റെ കാര്യത്തിലായാലും പൈസ പെൻഷനായിട്ടും കിട്ടായി സമയാസമയങ്ങളിൽ ലഭ്യമില്ലാതെയും ഒക്കെ പൊതുജനങ്ങൾക്ക് പൊതുവായ മൊത്തമുള്ള ഒരു കാര്യമാണല്ലോ അത്. അതൊക്കെ നമ്മൾ ഈ 19-ാം വാർഡിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അതിനൊരു അറുതി വരണം എന്ന് എല്ലാ ജനങ്ങൾക്കും, എല്ലാവർക്കും, ഓരോ വോട്ടർമാർക്കും ആഗ്രഹമുണ്ട് അറുതി വരണം എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഈ 5 കൊല്ലം കൂടി വരുമ്പോൾ ഇലക്ഷനിലൂടെയല്ലേ സാധിക്കുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് കോൺഫിഡൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാവരും ആശംസകളും. ഓക്കെ, താങ്ക് യു.